തവനൂരിലേക്ക് വരുമ്പോൾ അവിടെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തവനൂരിൽ ഈ വിധി നിർണ്ണയിക്കുന്നത് ഇടതുപക്ഷത്തിൻ്റെ വോട്ടുകൾ മാത്രമല്ല. അവിടെ പ്രധാനമായിട്ട് UDFന് അതേപോലെ BJPക്കും ന്യായമായ വോട്ട് വിഹിതമുണ്ട്. UDFൻ്റെ വോട്ടിൽ തന്നെ വലിയൊരു വിഭാഗം കോൺഗ്രസിൻ്റെ വോട്ടുകളാണ്. കോൺഗ്രസിൻ്റെ സീറ്റാണ്, കോൺഗ്രസിൻ്റെ വോട്ടുകൾ തന്നെയാണുള്ളത്. അവിടെയാണ് ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥിക്ക് കൃത്യമായിട്ട് ഈ വോട്ടുകൾ നേടാൻ സ്വന്തം നിലയിൽ നേടാനുള്ള സാധ്യത നിലനിൽക്കുന്നത്. എല്ലാ തവണയും KT ജലീൽ അവിടെ വിജയിച്ചു കയറുന്നത് കൃത്യമായിട്ടുള്ള UDFലെ വോട്ട് ഭിന്നിപ്പിച്ചുകൊണ്ടാണ്. ലീഗിലെ വലിയൊരു വിഭാഗം അദ്ദേഹത്തോട് ഇപ്പോഴും മാനസികമായിട്ട് അടുപ്പമുണ്ടെന്ന് അദ്ദേഹം അവകാശപ്പെടുന്ന ആ ഒരു വിഭാഗത്തിൻ്റെ വോട്ടുകൾ അദ്ദേഹത്തിന് ലഭിക്കുന്നുണ്ട്. BJPയിലെ ഒരു വിഭാഗം ജലീലിൻ്റെ ഒരു സ്വഭാവം അദ്ദേഹത്തിന് അറിയാം. അദ്ദേഹം ഭഗവത്ഗീത പറയേണ്ടത് ഭഗവത്ഗീത പറയും, ഖുറാൻ പറയേണ്ടത് ഖുറാൻ പറയും, ബൈബിൾ പറയേണ്ടത് ബൈബിൾ പറയും. അങ്ങനെ എല്ലാ വിഭാഗക്കാരെയും ഒരേപോലെ അദ്ദേഹം കയ്യിലെടുക്കുന്ന അല്ലെങ്കിൽ അത്തരത്തിൽ തൃപ്തിപ്പെടുത്തുന്ന ഒരു നയമാണ് അദ്ദേഹത്തിൻ്റെ പൊതു നിലപാടുള്ളത്. അങ്ങനെ ഈ പറയുന്ന BJPയിലെ ഒരു വിഭാഗത്തിൻ്റെ വോട്ടുകളും കോൺഗ്രസിൻ്റെയും ലീഗിൻ്റെ ഒരു വിഭാഗത്തിന് വോട്ടുകൾ അദ്ദേഹത്തിന് കിട്ടുന്നുണ്ട്. V. അബ്ദുറഹ്മാൻ ഇവിടേക്ക് വരികയാണെങ്കിൽ V. അബ്ദുറഹ്മാൻ കോൺഗ്രസിൻ്റെ മുൻ നേതാവാണ്. അദ്ദേഹത്തിൻ്റെ സ്വാധീനം ആ ഒരു മേഖലകളിൽ ഉണ്ട്. അദ്ദേഹം മുൻപ് പൊന്നാനി സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി പാർലമെന്റിൽ മത്സരിച്ചപ്പോൾ തെളിയിച്ചതാണ്. അങ്ങനെ അദ്ദേഹത്തിന് കോൺഗ്രസിലെ ഒരു വിഭാഗത്തിൻ്റെ വോട്ടുകൾ നേടാൻ ജലീലിനേക്കാൾ ഈ ഘട്ടത്തിൽ കഴിയുമെന്നാണ് പ്രാഥമികമായിട്ട് വിലയിരുത്തൽ. രണ്ടാമതായിട്ട് അവിടെ നമ്മൾക്ക് ഇപ്പോഴത്തെ ഒരു പ്രഡിക്ഷൻ മാത്രമാണ് നമ്മൾ പറയുന്നത്. ഈ UDFൻ്റെ സ്ഥാനാർത്ഥി ആരാണെന്ന് ഇതുവരെ വ്യക്തമായിട്ടില്ല. നമ്മൾ പല പേരുകളും ഇതിനോടൊന്നും ചർച്ച ചെയ്ത് കഴിഞ്ഞു. സന്ദീപ് വാര്യരുടെ പേരും അതേപോലെ PT അജയ് മോഹൻ്റെ പേര്, അതേപോലെ രോഹിത്, അങ്ങനെ പല പേരുകളും അവിടെ ഉയർന്നു കേൾക്കുന്നുണ്ട്. അവിടെയൊക്കെ ഈ BJP വോട്ടുകൾ സന്ദീപ് വാര്യരൊക്കെ മത്സരിക്കുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും അവിടെ സന്ദീപ് വാര്യരെ തോൽപ്പിക്കുവാൻ വേണ്ടി പ്രധാന എതിരാളിക്ക് BJPയുടെ വലിയൊരു വിഭാഗം വോട്ടുകൾ പോകുമെന്നൊരു വിലയിരുത്തൽ പ്രധാനമായിട്ടുണ്ട്. അതായത് സന്ദീപ് വാര്യരോടുള്ള BJPയുടെ വിരോധം ഇടതുപക്ഷത്തിന് ഗുണം ചെയ്യുന്ന ഒരു സാഹചര്യം വരും എന്നുള്ളതാണ് പ്രധാനമായിട്ടും അങ്ങനെ ഒരു വിലയിരുത്തലിൻ്റെ കാരണം. അങ്ങനെ ഈ ഘടകങ്ങൾ ഒന്നിച്ചു നോക്കുമ്പോൾ ജലീലിന് 4 വട്ടം മത്സരിച്ചപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു മണ്ഡലത്തിൽ ഉണ്ടാകേണ്ട ഒരു എതിർപ്പ്, ജലീലിനോടുള്ളൊരു പ്രാദേശികമായിട്ട് ഇടതുപക്ഷ പ്രവർത്തകർക്ക് ഉണ്ടാകുന്നൊരു എതിർപ്പ്, അല്ലെങ്കിൽ മണ്ഡലത്തിലുള്ളവർക്ക് എതിർപ്പ്, സ്വാഭാവികമായിട്ടും 4 വർഷം മത്സരിച്ചതിൻ്റെ ഭാഗമായിട്ട് ഉണ്ടായതാണെന്ന് വേണം വിലയിരുത്തുവാൻ. അത് V. അബ്ദുറഹ്മാനോട് ഉണ്ടാവുകയില്ല. മാത്രമല്ല V. അബ്ദുറഹ്മാൻ കോൺഗ്രസിലെ വലിയൊരു വിഭാഗത്തിൻ്റെ വോട്ട് നേടാനുള്ള സ്വാധീനമുണ്ട് എന്നുള്ളൊരു വിലയിരുത്തൽ. ഒപ്പം തന്നെ ഒരുപക്ഷെ സന്ദീപ് വാര്യരെ പോലൊരാൾ മത്സരിക്കുകയാണെങ്കിൽ BJPയുടെ വോട്ടുകൾ അവിടെ ഇടതുപക്ഷത്തിനൊപ്പം നിൽക്കുമെന്നൊരു വിലയിരുത്തൽ സ്വതന്ത്ര ഇനത്തിലാണെങ്കിൽ. അങ്ങനെ ഒരു 3-4 ഘടകങ്ങൾ അവിടെ ഇടതുപക്ഷത്തിൻ്റെ സ്ഥാനാർത്ഥിയായിട്ട് V. അബ്ദുറഹ്മാൻ വരുമ്പോൾ അവിടെ ഉണ്ടാകും. മാത്രമല്ല V. അബ്ദുറഹ്മാൻ ഒരു വ്യക്തിപ്രഭാവമുണ്ട്, നമുക്ക് തള്ളിക്കളയാനാവില്ല. അദ്ദേഹത്തിന് സ്വന്തം നിലയിൽ എവിടെയായാലും ഒരു 10,000-ലേറെ വോട്ടുകൾ നേടാനുള്ള ഒരു സ്വാധീനം അദ്ദേഹത്തിന് ഈ മണ്ഡലങ്ങളിലൊക്കെ അദ്ദേഹം ഉണ്ടാക്കിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ചരിത്രം അങ്ങനെയാണ്, അദ്ദേഹത്തിൻ്റെ പ്രവർത്തന പാരമ്പര്യവും അങ്ങനെ തന്നെയാണ്. അതെല്ലാം തന്നെ ഇവിടെ ഇടതുപക്ഷത്തിന് ഒരു ഗുണം ചെയ്യുന്ന, ഒരു അപ്പർ ഹാൻഡ് നൽകുന്ന സാഹചര്യം ഉണ്ടാക്കുമെന്ന് തന്നെയാണ് വിലയിരുത്തലുള്ളത്. അതും സ്വതന്ത്ര ഇനത്തിൽ മത്സരിക്കുകയാണെങ്കിൽ മാത്രമേ ഈ തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഇടതുപക്ഷത്തിന് അനുകൂലമായിട്ട് വരികയും ചെയ്യുള്ളൂ. അതുകൊണ്ടാണ് തവനൂരിൽ ജലീൽ അല്ലെങ്കിൽ ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് ഇന്ന് മലപ്പുറത്ത് പരിഗണിക്കാൻ കഴിയുന്ന ഏറ്റവും അനുയോജ്യമുഖമായിട്ട് V. അബ്ദുറഹ്മാൻ മാറുന്നത്. അനുഭവം സൂചിപ്പിച്ചതുപോലെ എന്തായാലും സ്വതന്ത്ര മുഖങ്ങളെ പരീക്ഷിച്ച് മാത്രം വിജയിക്കാൻ കഴിയുന്ന 2 മണ്ഡലങ്ങളാണ്. ആ പരീക്ഷണമാണ്. എന്തായാലും താനൂരിനേക്കാൾ സാധ്യത തവനൂർ എന്ന് പറയുന്നു, ആ വിലയിരുത്തലുണ്ട്. പക്ഷേ താനൂരിൻ്റെ തെരഞ്ഞെടുപ്പ് ചിത്രം കൂടി നമുക്ക് നോക്കാം, തവനൂരിൻ്റെ തെരഞ്ഞെടുപ്പ് ചിത്രം കൂടി നമുക്ക് നോക്കാം. അത് എത്രമാത്രം സുരക്ഷിതമായിരുന്നു ഇടതുപക്ഷത്തിന് കഴിഞ്ഞ കാല തെരഞ്ഞെടുപ്പിൽ എന്നുകൂടി നമുക്ക് നോക്കാം. അതിൻ്റെ ചിത്രത്തിലേക്ക് വരുമ്പോൾ നോക്കൂ, തവനൂരിൽ 2021 നിയമസഭയിൽ, അതായത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 5 വർഷം മുമ്പ് KT ജലീൽ സമാനമായ പോരാട്ടമാണ് നേരിട്ടത്. അവിടെ KT ജലീൽ അന്ന് 69,358 വോട്ടുകളാണ് സമാഹരിച്ചത്. അത് ഫിറോസ് കുന്നംപറമ്പിലാണ്, വലിയ വിവാദമുണ്ടാക്കിയ സ്ഥാനാർത്ഥിയാണ് UDFൻ്റെ. ഫിറോസ് കുന്നംപറമ്പിൽ നേടിയത് 67,794 വോട്ടുകൾ ആണെന്ന് നേടിയത്. NDAക്ക് നേടാനായത് വെറും 99,014 വോട്ട്, 994 വോട്ടുകളാണ് നേടാതെ. 9,914 വോട്ടുകൾ മാത്രമാണ് സമാഹരിക്കാനായത്. അതായത് ഭൂരിപക്ഷം, KT ജലീലിൻ്റെ ഭൂരിപക്ഷം വെറും 2,185 വോട്ടുകളാണ്. അതായത് നിലവിലെ MLAക്കെതിരെ ഒരു വികാരം പ്രകടമാവുന്നു. അതായത് മന്ത്രിയായി ഇരുന്ന് മത്സരിച്ച ജലീലാണ് 2,185 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ കഴിഞ്ഞ തവണ വിജയിക്കുന്നത്. കഴിഞ്ഞ തവണ ആ മണ്ഡലത്തിൽ ഒരു അട്ടിമറി ഉണ്ടാകുമെന്ന സൂചന ഉണ്ടായിരുന്നു. ഏറ്റവും അവസാന ഘട്ടത്തിൽ വരെ വളരെ സസ്പെൻസ് ഉണ്ടായ ഒരു വോട്ടെണ്ണലായിരുന്നു തവനൂരിൽ സംഭവിച്ചത്. കാരണം അവിടെ അട്ടിമറി ഉണ്ടാകും. ഫിറോസ് കുന്നംപറമ്പിൽ അന്ന് സമൂഹ മാധ്യമങ്ങളിലൊക്കെ വളരെ
പ്രമുഖനായി നിൽക്കുന്ന വ്യക്തിയാണ്. മാത്രമല്ല ലീഗിൻ്റെ കൂടി താല്പര്യം പരിഗണിച്ചുകൊണ്ടാണ് അവിടെ ഫിറോസ് കുന്നംപറമ്പിനെ കോൺഗ്രസ് സ്ഥാനാർത്ഥിയാക്കിയത്. അതായിരുന്നു കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ചർച്ച ചെയ്യപ്പെട്ടത്. എന്തായാലും തവനൂരിൽ സംഭവിച്ചത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഇഞ്ചോടിഞ്ച് പോരാട്ടമായിരുന്നു. വെറും 2185 വോട്ടുകൾക്ക് മാത്രമാണ് KT ജലീൽ നിയമസഭയിൽ 2021 അവിടെ വിജയിച്ചത് എന്നതാണ് ഈ ചിത്രം വ്യക്തമാക്കുന്നത്. അതിൻ്റെ അർത്ഥം വ്യക്തമാണ്. താനൂരിന് സമാനമായ പോരാണ് തവനൂരിലും. ചില പ്രത്യേക ഘടകങ്ങൾ അനുകൂലമാവുമ്പോൾ മാത്രം വിജയിച്ച് കയറുന്നതാണ് ഇടതുപക്ഷത്തിൻ്റെ കോട്ടയല്ല. ഇടതുപക്ഷത്തിന് വലിയ സ്വാധീനം, കൃത്യമായ മേധാവിത്വം അവകാശപ്പെടാൻ കഴിയുന്ന ഇടമല്ല എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. ഇനി ഒരു കണക്ക് കൂടി നമുക്ക് പരിശോധിക്കാം. അത് മറ്റൊന്നുമല്ല, കഴിഞ്ഞ തദ്ദേശത്തിൻ്റെ കണക്കാണ്. അത് രസകരമാണ്. നമുക്ക് നോക്കാം കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ എന്ത് സംഭവിച്ചു എന്ന്. നോക്കൂ, തവനൂർ മണ്ഡലത്തിൻ്റെ ഭാഗമായ തദ്ദേശ സ്ഥാപനങ്ങളിൽ 2025 ഈ തൊട്ടു തെരഞ്ഞെടുപ്പിൽ സംഭവിച്ചത് ഈ പഞ്ചായത്തുകളെല്ലാം, അതായത് തവനൂർ പഞ്ചായത്തിൽ UDF ആണ്, മംഗലം പഞ്ചായത്തിൽ UDF ആണ്, കാലടിയിൽ UDF ആണ്, തൃപ്പങ്ങോട്ട് UDF ആണ്, വട്ടംകുളത്ത് UDF ആണ്, പുറത്തൂരിൽ UDF ആണ്, എടപ്പാളിൽ UDF ആണ്. അതായത് എല്ലാ പഞ്ചായത്തിലും UDF ഭരണസമിതികളാണ് അധികാരത്തിലെത്തിയത്. ഇതിൽ പുറത്തൂർ ഇടതുപക്ഷത്തിൻ്റെ ഒരു സ്വാധീന മേഖലയായിരുന്നു. പക്ഷേ അവിടെ അത് നഷ്ടപ്പെട്ടു ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ എന്നതാണ്. തൃപ്പങ്ങോട്ട് സമാനമായ അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ചിലയിടങ്ങളിൽ നമുക്കിതിൻ്റെ ഭരണസമിതി പിടിച്ചത് UDF ആണെങ്കിൽ കൂടിയും ഇതിൻ്റെ സീറ്റ് കണക്കുകളിലേക്ക് പോകുമ്പോൾ വലിയ മത്സരം നടന്ന ചില പഞ്ചായത്തുകൾ കൂടിയുണ്ട് എന്ന ശ്രദ്ധേയമായൊരു കാര്യം കൂടിയുണ്ട്. അതായിരിക്കാം ഒരു പക്ഷേ ഇടതുപക്ഷത്തിന് പ്രതീക്ഷ നൽകുന്ന കാര്യം. അനുമോദ് തുടരുന്നുണ്ട്. അനുമോദ്, ഒരു കാര്യം കൂടി, നമുക്ക് ഈ തവനൂരിലെ പഞ്ചായത്ത് സ്ഥിതികൾ പരിശോധിക്കുമ്പോൾ കണക്ക് UDFന് അനുകൂലമാണ്. പക്ഷേ ഇടതുപക്ഷത്തിൻ്റെ പഞ്ചായത്തുകൾ അവർക്ക് നഷ്ടപ്പെട്ടു, ഭരണം നഷ്ടപ്പെട്ടെങ്കിലും ചില പഞ്ചായത്തുകളിലെങ്കിലും നേരിയ സീറ്റിനാണ് ഭരണം നഷ്ടപ്പെട്ടിരിക്കുന്നത്. അതായത് ഇഞ്ചോടിഞ്ച് മത്സരങ്ങൾ അവിടെ നടന്നിരുന്നു എന്നതാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പൊതുവിൽ UDFന് അനുകൂലമായി സംസ്ഥാനത്തുണ്ടായ വികാരം ഈ മേഖലയിലും പ്രകടമായി എന്നതാണോ? അതിനപ്പുറം തങ്ങളുടെ കോട്ടകൾ നഷ്ടപ്പെട്ടിട്ടില്ല, തങ്ങളുടെ മേഖലകളിൽ കാര്യമായ വോട്ട് ചോർച്ച ഉണ്ടായിട്ടില്ലെന്ന് ഇടതുപക്ഷം വിശ്വസിക്കുന്നുണ്ടോ? തീർച്ചയായിട്ടും ഇടതുപക്ഷത്തെ സംബന്ധിച്ച് ആ ഒരു മേഖല, പ്രത്യേകിച്ച് പൊന്നാനിയുടെ ഒപ്പമുള്ള മേഖലകളായിട്ടാണ്, ആധിപത്യ മേഖലയായിട്ട് തവനൂരിനെ അവർ കാണുന്നത്. പക്ഷേ അവരെ സംബന്ധിച്ച് ഈ ഒരു തവനൂരിൽ അവർക്ക് പ്രതീക്ഷിച്ച നേട്ടം ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് അവിടെ ആശങ്ക നൽകുന്ന ഒരു കാര്യം. പ്രത്യേകിച്ച് അവരുടെ ഇടപാടൊക്കെ അവരെ സംബന്ധിച്ച് വലിയ പ്രതീക്ഷ നൽകുന്ന ഇടമായിരുന്നു. അവിടെയൊക്കെ ഇഞ്ചോടിഞ്ച് പോരാട്ടം നടത്തി UDFന് മേൽക്കൈ വന്നു എന്നുള്ളത് പ്രധാനമായിട്ടും ഈ ജലീലിനോടുള്ള ഒരു എതിർപ്പ് എന്ന ഒരു വിലയിരുത്തൽ കൂടി ആ ഒരു മേഖലയിൽ ഉണ്ടായിട്ടുണ്ട്. അതായത് 4 തവണ MLA ആയ, മന്ത്രിയായ അദ്ദേഹത്തോട് ഒരു ഭരണവിരുദ്ധ വികാരത്തിൻ്റെ ഭാഗമായിട്ട് ഉണ്ടായിട്ടുള്ള ഒരു എതിർപ്പ് കൂടി അവിടെ ഉണ്ടായിരിക്കുന്നു എന്നുള്ളൊരു വിലയിരുത്തലാണ് ഇടതുപക്ഷത്തിൻ്റെ ഭാഗമായിട്ട്, അല്ലെങ്കിൽ ഇടതുപക്ഷത്തിന് ഉണ്ടായിരിക്കുന്നത്. അതാണ് അവിടെ അവരെ ആശങ്കപ്പെടുത്തുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം. അതായത് ഈ തരത്തിൽ ഒരു വലിയ മെജോറിറ്റിയിൽ അവിടെ 9000-ലേറെ വോട്ടുകൾക്കാണ് തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൻ്റെ കണക്ക് വരുമ്പോൾ അവിടെ UDF മുന്നിട്ട് നിൽക്കുന്നത്. അതായത് ഇടതുപക്ഷത്തിന് അവിടെ പ്രതീക്ഷിച്ച രീതിയിൽ എവിടെയും നേട്ടമുണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് തന്നെയാണ് ആ ഒരു കണക്ക് സൂചിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് അവർ ഇത്തവണ ഇടതുപക്ഷത്തിന് അവിടെ വലിയ പ്രതീക്ഷ വരാതിരിക്കുന്നത്. പക്ഷേ എന്നിരുന്നാൽ തന്നെയും കുത്തിയൊലിച്ചു പോകാത്ത വോട്ടുകൾ അവരെ സംബന്ധിച്ച് തവനൂരിലുണ്ട് എന്ന് അവർ അവകാശപ്പെടുന്നതിൻ്റെ കാരണവും ഈ പറയുന്ന തരത്തിൽ ചില മേഖലകൾ, പ്രത്യേകിച്ച് അവരുടെ ശക്തി ദുർഗമായിട്ടുള്ള എടപ്പാളിലൊക്കെ അവർ മുന്നിലാണ് ഉള്ളത്. എടപ്പാളിൽ 8771 വോട്ടുകൾ, അവിടെ UDFനേക്കാൾ അവർക്ക് മുന്നേറാൻ കഴിഞ്ഞു. എടപ്പാളിൽ 8064 വോട്ടുകളാണ് UDFനെങ്കിൽ 8771 വോട്ട് എടപ്പാൾ പഞ്ചായത്തിൽ LDFനുണ്ട്. അതുപോലെ തന്നെ എണ്ണം നോക്കുകയാണെങ്കിൽ തൃപ്രങ്ങോടും അവർ LDFനും UDFും ഏകദേശം സമാനമാണ്. 13972 വോട്ടാണ് UDFനെങ്കിൽ 13280 വോട്ട് അവിടെ LDF നേടിയിട്ടുണ്ട്. ചെറിയ വ്യത്യാസം മാത്രമാണുള്ളത്. പുറത്തൂര് 10148 വോട്ടാണ് UDF എങ്കിൽ 9354 വോട്ടാണ് LDFനുള്ളത്. അങ്ങനെ ഈ ഒരു 3 പഞ്ചായത്തിൽ അവർക്ക് വലിയ തടിക്കേടില്ലാതെ, ഇന്ന് നമ്മളവിടുത്തെ ഭാഷയിൽ പറയുമ്പോൾ ഒരു തടിക്കേടില്ലാതെ അവർക്ക് പിടിച്ചു നിൽക്കാൻ പറ്റിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു കണക്ക് കൂടി മുന്നിൽ വെച്ചുകൊണ്ടാണ് അവർ ഈ ഒരു തെരഞ്ഞെടുപ്പിൽ കുറച്ച് മാറ്റങ്ങൾ കൊണ്ടുവന്നാൽ, വി അബ്ദുറഹ്മാനെ പോലെ ഒരാൾ വന്നു കഴിഞ്ഞാൽ സാമാന്യം മോശമല്ലാത്തൊരു പ്രകടനം കാഴ്ചവെക്കുവാനും ഈ സാഹചര്യങ്ങൾ ഒരു ജലീൽ നിൽക്കുമ്പോൾ ഉണ്ടായേക്കാവുന്ന ഒരു ഭരണവിരുദ്ധ അല്ലെങ്കിൽ നിലവിലെ MLAയോട് ഉള്ള ഒരു വിരുദ്ധ വികാരം മറികടക്കാൻ കഴിയുമെന്ന് അവർ കണക്കാക്കുന്നത് ഈ ഒരു പഞ്ചായത്തുകളിലെ
പ്രകടനത്തിൻ്റെ കൂടി അടിസ്ഥാനത്തിൽ വേണമെന്ന് നമുക്ക് വേണം വിലയിരുത്തുവാൻ. സജിത്ത്. യെസ്, എന്തായാലും ഒരു കാര്യം വ്യക്തമാണ്. സംസ്ഥാനത്തെ ഒരു മന്ത്രി മണ്ഡലം മാറി മത്സരിക്കുന്നു എന്ന് പറയുമ്പോൾ താനൂരിനേക്കാൾ കോൺഫിഡൻസ് തവനൂർ നൽകുന്നു. പക്ഷേ തവനൂർ ഉപേക്ഷിക്കുന്ന KT ജലീൽ മറ്റേതെങ്കിലും മണ്ഡലത്തിൽ മത്സരിക്കുമോ എന്നതുകൂടി പ്രധാനപ്പെട്ട കാര്യമാണ്. ഈ രാഷ്ട്രീയ സാഹചര്യം വളരെ പ്രധാനപ്പെട്ടതാണ് എന്നതാണ്. പ്രത്യേകിച്ച് വടക്കൻ കേരളത്തിൽ നിന്നും ഇത്തവണത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വലിയ തിരിച്ചടി ഉണ്ടാകുമെന്ന് ഇടതുപക്ഷം കരുതുന്നു എന്ന് വേണം പ്രതീക്ഷിക്കാൻ. പ്രത്യേകിച്ച് മുസ്ലിം ന്യൂനപക്ഷ വോട്ടുകളുടെ ഏകീകരണം സംഭവിച്ചു തദ്ദേശത്തിൽ. സമാനമായി നിയമസഭയിലും സംഭവിച്ചാൽ തിരിച്ചടി ഉണ്ടായേക്കാം. അങ്ങനെ തിരിച്ചടി ഉണ്ടാവാൻ പോകുന്ന ഇടങ്ങളിലുള്ള ഒരു ജാഗ്രത കാട്ടൽ കൂടിയാണ് ഈ നീക്കമെന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. രാഷ്ട്രീയമാണ്, പല നീക്കങ്ങളും സംഭവിക്കാം. എന്തായാലും തൽക്കാലം താനൂർ വിടാൻ മന്ത്രി വി അബ്ദുറഹ്മാൻ ആഗ്രഹിക്കുന്നതിന്റെ കാരണം ഇതാവാനാണ് സാധ്യത. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.